വർഷങ്ങൾക്ക് മുൻപ് രണ്ടുപേരെ കൊലപ്പെടുത്തിയെന്ന് വെളിപ്പെടുത്തിയ സംഭവത്തിൽ അന്വേഷണം വഴിത്തിരിവിൽ. 1986-ൽ കൂടരഞ്ഞിയിൽ നടത്തിയ കൊലപാതകത്തിൽ കേസ് അന്വേഷിച്ച ഉദ്യോഗസ്ഥനെ പോലീസ് തിരിച്ചറിഞ്ഞു. 1986-ൽ തിരുവമ്പാടിയിൽ കോൺസ്റ്റബിൾ ആയിരുന്ന തോമസ് ആണ് കേസ് അന്വേഷിച്ചത്. എറണാകുളത്തെത്തി തോമസിൽ നിന്ന് വിവരങ്ങൾ തേടാനുള്ള നീക്കത്തിലാണ് അന്വേഷണ സംഘം. മുഹമ്മദ് അലി എന്നയാളാണ് 1986-ലും 89-ലും കൂടരഞ്ഞിയിലും കോഴിക്കോട് വെള്ളയിൽ ബീച്ചിൽ വെച്ചും കൊലപാതകങ്ങൾ നടത്തിയതെന്ന് വെളിപ്പെടുത്തിയത്. വിശദാംശങ്ങൾ നൽകാൻ അനഘ ഹർഷൻ ചേരുന്നുണ്ട്. അനഘ, വിശദാംശങ്ങൾ. പോലീസിനെ ഏറെ കുഴപ്പിച്ച ഒരു സംഭവം, നാടകീയമായ സംഭവമാണ് നടന്നിരിക്കുന്നത്. അതായത് മുഹമ്മദ് അലി എന്ന് പറയുന്ന 60 വയസ്സ് കഴിഞ്ഞ ഒരാൾ തിരുവമ്പാടി പോലീസ് സ്റ്റേഷനിലേക്ക് എത്തുന്നു. അതിനുശേഷം താൻ 2 കൊലപാതകം നടത്തിയിട്ടുണ്ട്. തന്റെ 14-ാം വയസ്സിൽ, അതായത് 1986-ൽ താൻ ഒരാളെ കൂടരഞ്ഞിയിൽ വെച്ച് ഒരാളെ തോട്ടിലേക്ക് തള്ളിയിട്ട് കൊലപ്പെടുത്തിയിട്ടുണ്ട് തന്റെ 14-ാം വയസ്സിൽ എന്ന് പറയുന്നു. അതിനുശേഷം പോലീസ് ഇത്തരത്തിലൊരു സംഭവം നടന്നിട്ടുണ്ടോ എന്ന് പോലീസ് ആദ്യഘട്ടത്തിൽ തന്നെ അന്വേഷിക്കുന്നു. അങ്ങനെ ഒരു കൊലപാതകം നടന്നിട്ടുണ്ട്, പക്ഷെ ആരാണ് അന്ന് മരിച്ചത് എന്നതടക്കമുള്ള കാര്യത്തിൽ ഒന്നും തന്നെ പോലീസിന്റെ കയ്യിൽ തെളിവോ വ്യക്തതയോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അതായത് ഈ കുറ്റം ചെയ്ത ആള് തന്നെ പോലീസ് സ്റ്റേഷനിലെത്തി താൻ ഒരാളെ കൊലപ്പെടുത്തി എന്ന് വെളിപ്പെടുത്തലാണ് നടത്തിയിരിക്കുന്നത്. ഇത് പോലീസിനെ സംബന്ധിച്ച് വലിയ വെല്ലുവിളി ഉയർത്തിയ ഒരു സംഭവമായിരുന്നു. ഒരു തുമ്പ് പോലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസിന് ലഭിച്ചിരുന്നില്ല. എന്നാൽ ആ സംഭവത്തിലാണ് ഇപ്പോൾ ഒരു വഴിത്തിരിവ് ഉണ്ടായിരിക്കുന്നത്. അതൊരു ആശ്വാസം, പോലീസിനെ സംബന്ധിച്ച്, അന്വേഷണ ഉദ്യോഗസ്ഥരെ സംബന്ധിച്ച് ഒരു ആശ്വാസകരമായ വാർത്ത വന്നിരിക്കുന്നത്. അതായത് 1986-ൽ ഈ സംഭവം നടക്കുന്ന സമയത്ത് തിരുവമ്പാടിയിലെ കോൺസ്റ്റബിൾ ആയിരുന്നു തോമസ്. ഈ തോമസിന് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് അന്ന് ഈ തോട്ടിൽ വീണ് മരിച്ച ആളെ കുറിച്ച് ചില കാര്യങ്ങൾ അറിയാം. അതാരാണ് മരിച്ചത് എന്നതടക്കമുള്ള കാര്യങ്ങൾ ഈ കോൺസ്റ്റബിൾ തോമസിന് അറിയാം എന്നാണ് ഇപ്പോൾ പോലീസിന് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരം. അതുകൊണ്ട് തന്നെ ഈ സംഭവവുമായി, ഈ കേസുമായി ബന്ധപ്പെട്ട് ചില നിർണായക വിവരങ്ങൾ ഈ തോമസ് എന്ന് പറയുന്ന കോൺസ്റ്റബിളിൽ നിന്ന് ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് ഈ അന്വേഷണ ഉദ്യോഗസ്ഥർ. അതുകൊണ്ട് തന്നെ നിലവിൽ ഈ തോമസ് എന്ന് പറയുന്ന ഈ കോൺസ്റ്റബിൾ താമസിക്കുന്നത് എറണാകുളത്താണ്. എറണാകുളത്തേക്ക് തിരുവമ്പാടിയിലെ ഈ അന്വേഷണ ഉദ്യോഗസ്ഥർ പുറപ്പെട്ടിട്ടുണ്ട്. എറണാകുളത്ത് എത്തിയതിനു ശേഷം തോമസിൽ നിന്ന് നിർണായകമായ വിവരങ്ങൾ ശേഖരിക്കും. അതോടെ ഈ ഇരട്ട കൊലപാതകത്തിൽ ഒരു കൃത്യമായ ഒരു ചിത്രം, അതായത് 2 കൊലപാതകം നടത്തിയെന്ന മുഹമ്മദ് അലി പോലീസിന് മുന്നിൽ വെളിപ്പെടുത്തിയെങ്കിൽ പോലും ആരാണ് കൊല്ലപ്പെട്ടത്, എന്താണ് എന്നത് ഒരു വിവരവും ഉണ്ടായിരുന്നില്ല. ഇതിൽ ആദ്യ കൊലപാതകം കൂടരഞ്ഞിയിൽ തോട്ടിലേക്ക് തള്ളിയിട്ട് കൊലപ്പെടുത്തുകയായിരുന്നു. ആ സംഭവത്തിലാണ് ഇപ്പോൾ ഒരു വഴിത്തിരിവ് ഉണ്ടായിരിക്കുന്നത്. മറ്റൊന്ന്, ഈ കോഴിക്കോട് വെള്ളയിൽ ബീച്ച് പരിസരത്ത് വെച്ച് താനും തന്റെ സുഹൃത്തും ചേർന്ന് ഒരാളെ കൂടി കൊലപ്പെടുത്തിയിട്ടുണ്ട് എന്ന് ചോദ്യം ചെയ്യലിനിടെ രണ്ടാമതും ഈ മുഹമ്മദ് അലി വെളിപ്പെടുത്തിയിരുന്നു. അത് ഈയിടെയാണ് ആ വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നത്. അങ്ങനെ 2 കൊലപാതകം ചെയ്തു എന്ന് മുഹമ്മദ് അലി തന്നെ സമ്മതിച്ചിട്ടുണ്ട്. അതിൽ ഒരു കൊലപാതകത്തിന്റെ ചുരുൾ അഴിയുകയാണ്. മറ്റൊന്നും വർഷങ്ങൾക്ക് മുൻപ് നടന്നത്, 34 വർഷങ്ങൾക്ക് മുൻപ് നടന്നിട്ടുള്ള 2 കൊലപാതകങ്ങളാണ്. അതിൽ ആ സമയത്ത് ഉള്ള തെളിവുകൾ ശേഖരിക്കണം, ആരാണ് കൊല്ലപ്പെട്ടത് എന്നതടക്കമുള്ള കാര്യത്തിൽ പോലീസിന് ഒരു വ്യക്തതയും ഇതുവരെ ഉണ്ടായിരുന്നില്ല. എന്തായാലും എറണാകുളത്തേക്ക് ഈ തിരുവമ്പാടിയിൽ ഈ കേസ് അന്വേഷിക്കുന്ന ഉദ്യോഗസ്ഥർ പുറപ്പെട്ടിട്ടുണ്ട്. അവിടെ കോൺസ്റ്റബിളായ തോമസിൽ നിന്ന് കൃത്യമായ വിവരങ്ങൾ ശേഖരിക്കും. അതിനുശേഷം ഈ കേസിനൊരു നിർണായകമായിട്ടുള്ള ഒരു വഴിത്തിരിവ് ഉണ്ടാകുമെന്ന് തന്നെയാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ വിശ്വസിക്കുന്നത്. നിഖിൽ, ശരി അനഘ, വർഷങ്ങൾക്ക് മുൻപ് 2 പേരെ കൊലപ്പെടുത്തി എന്ന് വെളിപ്പെടുത്തിയ സംഭവത്തിൽ അന്വേഷണം വഴിത്തിരിവിൽ വിവരങ്ങൾ നൽകുകയായിരുന്നു അനഘ ഹർഷൻ.